ഒരുപാട് പാരൻസ് ചോദിക്കാറുണ്ട് നല്ല ഫെസിലിറ്റിയോട് കൂടെ നല്ല ക്വാളിറ്റിയോട് കൂടെ എന്നാൽ അഫോർഡബിൾ ഫീസോട് കൂടെ നഴ്സിംഗ് അതുപോലെ GNM ഒക്കെ പഠിക്കാൻ പറ്റിയ ഒരു നല്ല കോളേജ് ഏതാണെന്നുള്ളത്. ഒരുപാട് കാലത്തിന് ശേഷം ഞാനൊരു കോളേജ് കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പം ഞാനത് നിൽക്കുന്നത് നമ്മുടെ ബാംഗ്ലൂരുള്ള ഗായത്രി കോളേജിലാണ് കേട്ടോ. നല്ല ലോ ബഡ്ജറ്റിൽ നമുക്ക് നല്ല ഫെസിലിറ്റിയോട് കൂടെ പഠിക്കാൻ പറ്റുക, അതും സ്വന്തമായിട്ട് ഹോസ്പിറ്റലുള്ള കോളേജാണ്. അപ്പോൾ നമുക്ക് കോളേജിൻ്റെ പുതുതായിട്ടുള്ള എന്തൊക്കെയാണ് ഇതിൽ വരുന്ന ഫെസിലിറ്റീസ് ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, നമ്മുടെ ഗായത്രി കോളേജ് വരുന്ന രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ്. BSc നഴ്സിംഗ്, GNM, അതുപോലെ MSc നഴ്സിംഗ്, പോസ്റ്റ് BSc, അതുപോലെ അലൈഡ് സയൻസിൽ നമ്മൾ MIT, MLT, OT ആൻഡ് AT കോഴ്സുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. മാത്രമല്ല ഡിപ്ലോമ കോഴ്സ് അലൈഡ് സയൻസിലെ എല്ലാ കോഴ്സസും നമ്മുടെ കോളേജിൽ അവൈലബിൾ ആണ്. നമ്മുടെ കോളേജ് വരുന്നത് കെങ്കേരിക്ക് അടുത്താണ് വരുന്നത്. ഓൾമോസ്റ്റ് 5 കിലോമീറ്റർ ആണ് നമുക്ക് KSRTC ബസ് സ്റ്റാൻഡിൽ വരുന്നത്. 2026 അക്കാഡമിക്സ് ഇയറിൽ നമുക്ക് BSc നഴ്സിംഗിന് വെറും 7,95,000 രൂപയാണ് വിത്ത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അടക്കം നമുക്ക് എമൗണ്ട് വരുന്നത്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ എന്നാൽ ഭയങ്കരമായിട്ടുള്ള ഹൈ ഫെസിലിറ്റീസും അതുപോലെ ഹൈ ക്വാളിറ്റി ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോളേജാണ് നമ്മുടെ ഗായത്രി കോളേജ്. മാത്രമല്ല നമ്മുടെ MIT, MLT, OT, AT കോഴ്സുകൾക്കൊക്കെ നമുക്ക് ആകെ 3,95,000 രൂപയാണ് വിത്ത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അടക്കം നമുക്ക് വരുന്ന ഫീസ് വരുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ കോളേജിൽ ഇത്രയും അഫോർഡബിൾ ഫീസ് നമുക്ക് ഈ കോഴ്സ് പഠിക്കാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോളേജിൽ വരുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ അണ്ടറിലാണ്. ഇവരുടെ ഒരു മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്വാളിറ്റി ആയിട്ടുള്ളൊരു എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കോളേജിന് എല്ലാ രീതിയിലുള്ള അഫിലിയേഷൻസും ഉണ്ട്. അതായത് നമുക്ക് KNC, INC അതുപോലെ എല്ലാ രീതിയിലുള്ള അഫിലിയേഷൻസ് നമുക്ക് കോളേജിന് വരുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ കോളേജിൽ 2 സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണുള്ളത്. ഈ ഒരു അഫിലിയേഷൻസ് അതുപോലെ ഓൺ ഹോസ്പിറ്റലുള്ള ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് നമുക്ക് വേറൊരു കോളേജ് തന്നെ നമ്മുടെ ബാംഗ്ലൂർ പറയാൻ പറ്റില്ല. ഫീസ് ലോ പാക്കേജ് ആകുമ്പോൾ തന്നെ ഒരു ഹോൺ ഹോസ്പിറ്റൽ ഇല്ലാത്ത കോളേജുകളൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് വരുന്നത്. പക്ഷേ നമ്മുടെ ഈ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ അണ്ടറിലായതുകൊണ്ട് തന്നെ വളരെയധികം ഫീസ് കുറവിലും എന്നാൽ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ ഗായത്രി കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ കൂടെയാണ് കേട്ടോ. അപ്പോൾ കോളേജിലെ വിശേഷങ്ങളൊക്കെ അവരോട് തന്നെ ചോദിച്ചു നോക്കാം. അപ്പോൾ എന്തായിരുന്നു മോളെ പേരെന്തായിരുന്നു? എൻ്റെ പേര് ആദിത്യ. ആദിത്യ. ഏതായിരുന്നു കോഴ്സ് പഠിക്കുന്നത്? GNM ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന കുട്ടിയാണ് ആദിത്യ. നാട്ടിലെവിടെയായിരുന്നു? മലപ്പുറത്താണ്. ഓക്കെ, മലപ്പുറം എവിടെയായിരുന്നു? മലപ്പുറം മഞ്ചേരിയാണ് കേട്ടോ. മലപ്പുറത്ത് മഞ്ചേരി ആയിരുന്നു. മോളുടെ പേര്? ആര്യശ്രീ. വെറൈറ്റി പേരാണെന്നല്ലേ. ഏതാ പഠിക്കുന്ന കോഴ്സ്? GNM. മോളുടെ? അനഘ. എവിടെ? നാട്ടിലെവിടെയായിരുന്നു ഇയാൾ? നാട്ടിലെവിടെയായിരുന്നു? വയനാടായിരുന്നു. നാട്ടില് വയനാടായിരുന്നു. പേരെന്തായിരുന്നു? അനഘ. അഞ്ജലി. നാട്ടില് വയനാടായിരുന്നു. ശ്രീനന്ദന. ഓക്കെ, വയനാട്. അപ്പോൾ വയനാട്, മലപ്പുറം എല്ലാം ഓൾമോസ്റ്റ് എല്ലാ ഡിസ്ട്രിക്റ്റിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ഇവിടെ ഉണ്ട്. ഈ കോളേജിനെ പറ്റിയിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ നിങ്ങളെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. എന്താണ് കോളേജിൻ്റെ അക്കാഡമിക്സും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? നല്ലതാണ്. എന്താ നമ്മൾ ഒരു കോളേജിൽ എങ്ങനെയൊക്കെ നമുക്ക് ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മൾ ഈ കോളേജിൽ കിട്ടുന്നുണ്ട്. പ്രോഗ്രാംസ് ആയാലും എഡ്യൂക്കേഷൻ ആയാലും നല്ല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നമുക്ക് ഓരോ കണ്ടന്റും നല്ല ക്ലിയർ ആക്കി നല്ല മനസ്സിലാക്കിയിട്ട് അവർ അടുത്തത് എടുക്കുകയുള്ളൂ. ഇപ്പോൾ ഇന്നിപ്പോൾ പോർഷൻ കഴിഞ്ഞു കഴിഞ്ഞാലും പിറ്റേ ദിവസം അതെന്താണെന്നോ അത് പിന്നെ റിവൈസ് ചെയ്തിട്ടേ അടുത്തേക്ക് അവർ പോവുള്ളൂ. അത്രയും ബേസിക് ആയിട്ട് നന്നായിട്ട് നല്ല നോളജ് ആണ്. അത് കേരളത്തിൽ വരുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിട്ടൊക്കെ ബാംഗ്ലൂർ അല്ലെങ്കിൽ അതുപോലെ കർണാടക സ്റ്റേറ്റിലൊക്കെ പോയി പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ ഭയങ്കര ഒരു ടെൻഷൻ ആയിട്ടുള്ള കാര്യം പാരന്റ്സിനും സ്റ്റുഡൻസിനും. അപ്പോൾ ഒന്നാമത് അവർ ചോദിക്കുന്ന ലാംഗ്വേജ് ഇഷ്യൂസ് ഒക്കെ ചോദിക്കാറുണ്ട്. എന്നോട് ഇങ്ങനെ ഓഫീസിലൊക്കെ വരുമ്പോൾ ചോദിക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും ഇല്ല. കാരണം 1 by 1 ആയിട്ട് നമുക്ക് ചാപ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ കുറേ കോളേജിന്റെ പ്രോഗ്രാംസിന്റെ വീഡിയോസ് ഒക്കെ കണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ സംഭവം അങ്ങനെ തന്നെയാണോ? നൈസാണ്. നോർമലി BSc നഴ്സിംഗ് അതുപോലെ GNM അതുപോലെ മെഡിക്കൽ ഫീൽഡിൽ പഠിക്കുന്ന കോഴ്സുകൾക്കൊന്നും ഈ പല കോളേജുകളിലും നമുക്ക് പ്രോഗ്രാംസ് കൊടുക്കാറില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അതിൽ നിന്നൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരിത് നമ്മുടെ ഗായത്രിയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. ഈ ഒരു അഫോർഡബിൾ ഫീസ് നമുക്ക് പഠിക്കാൻ പറ്റിയൊരു കോളേജാണ്. കാരണം അത്രയും ഫെസിലിറ്റീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് നാട്ടിൽ നിന്ന് വരാറുള്ളത്? മീൻസ് ബസ്സിന് വന്നിട്ട് ഇവിടെ നിന്ന് എങ്ങനെ ആക്സസ് ചെയ്യാം കുട്ടികൾക്ക്? അത് എങ്ങനെ ആക്സസ് ചെയ്യാൻ ഈസി ആണോ? കോളേജ് സാറ്റലൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് ബസ് ഉണ്ട്, ഊബറിന്ന് വിളിച്ച് പോരും. എത്ര ഡിസ്റ്റൻസ് ഉണ്ട് ഏകദേശം?
18 മിനിറ്റ് കൊണ്ട് നമുക്ക് എത്താൻ പറ്റും അല്ലേ. അതായത് നമുക്ക് സാറ്റലൈറ്റിൽ നിന്ന് നമ്മൾ എവിടെ ഏത് സ്ഥലത്ത് നിന്ന് വരുന്ന കുട്ടികൾക്കായാലും സാറ്റലൈറ്റ് ഇറങ്ങി കഴിഞ്ഞാൽ ഏകദേശം ഓൾമോസ്റ്റ് ഒരു 18 മിനിറ്റ് കൊണ്ട് നമുക്ക് കോളേജിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ലാബും കാര്യങ്ങളും എല്ലാം ഉണ്ട് അല്ലേ. പിന്നെ മാത്രമല്ല, ഞാൻ നിങ്ങളുടെ ഒരു കാര്യം കേട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ കോളേജിൽ ഓൺ എക്സാം സെന്റർ ഉണ്ട് എന്നുള്ളത്. അത് ഇവിടെ തന്നെയാണ് നിങ്ങൾ എക്സാം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ബാംഗ്ലൂരിലുള്ള ഓൾമോസ്റ്റ് 75% കോളേജുകളും ഓൺ എക്സാം സെന്റർ ഉണ്ടാവാറില്ല. പക്ഷെ നമ്മുടെ കോളേജിന്, അതായത് ഈ ഒരു അഫോർഡബിൾ ഫീസിൽ പഠിക്കുന്ന കോളേജുകൾക്ക് ഇപ്പോൾ നമ്മുടെ കോളേജിന് ഓൺ എക്സാം സെന്റർ ഉണ്ട്. ഇവിടെ തന്നെയാണ് സ്റ്റുഡൻസ് എക്സാം എഴുതുന്നത്. അതുപോലെ തന്നെ 2 മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് കോളേജിനുള്ളത്. അപ്പം നിങ്ങൾ ടോട്ടലി പറയുകയാണെങ്കിൽ സാറ്റിസ്ഫൈഡ് ആണ് കോളേജ് ആണല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും താങ്ക് യു. അപ്പോൾ നമ്മുടെ കോളേജിൻ്റെ ഫണ്ടമെൻ്റൽ ലാബാണ് ഇത് വരുന്നത് കേട്ടോ. നമുക്കൊന്ന് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇത് വരുന്നത് നമ്മുടെ പീഡിയാട്രിക് ലാബാണ് കേട്ടോ. അപ്പൊ ഇത് നമ്മളുടെ ഗൈനക്കോളജി ലാബാണ് കേട്ടോ. പല കോളേജിലും കാണാത്തൊരു ഫെസിലിറ്റി ആണ് കേട്ടോ. കാരണം ഇത് ന്യൂട്രീഷൻ ലാബാണ്. ഭയങ്കര സെറ്റായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഞാൻ അങ്ങനെ ഓൾമോസ്റ്റ് കോളേജിൽ നിന്നും കണ്ടിട്ടില്ല. നമുക്കൊന്ന് നോക്കാം എന്താണെന്നുള്ളത്.
പേഷ്യൻസിന് ഓരോ രീതിയിലുള്ള ഡയറ്റ് ആയിരിക്കും വരുന്നത്. അപ്പോൾ പേഷ്യൻസിനൊക്കെ ഏത് രീതിയിലാണ് ഡയറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. ഈ സ്റ്റുഡൻസ് തന്നെയാണ് കേട്ടോ ഈ പേഷ്യൻസിന് ഈ ഇതെല്ലാം ഡയറ്റ് എല്ലാം ചെയ്തു കൊടുക്കുന്നത്. ഒരു ദിവസം ന്യൂട്രീഷൻ ഡേ എന്ന് പറഞ്ഞിട്ട് തന്നെ ഇവർ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ കോളേജിൻ്റെ ലൈബ്രറി വരുന്നത്. കുട്ടികൾക്ക് പഠിക്കാനുള്ള എല്ലാ രീതിയിലുള്ള ബുക്സ് നമ്മുടെ ലൈബ്രറിയിൽ അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല ലൈബ്രറിയാണ് നമ്മുടെ കോളേജിന് വരുന്നത്. നമ്മുടെ കോളേജിൽ പുതിയ അപ്ഡേഷൻസ് വരുന്നുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ നമ്മുടെ മെസ്സൊക്കെ ഭയങ്കര ഹൈ ഫെസിലിറ്റീസോട് കൂടെ, അതായത് സ്റ്റീം സെറ്റപ്പിലാണ് കേട്ടോ നമ്മുടെ കോളേജിലെ മെസ്സ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഈ അക്കാഡമിക്സ് ഇയറിലേക്ക്, അതായത് 2026 അക്കാഡമിക്സ് ഇയറിലേക്ക് വരുമ്പോഴേക്കും ഈ ഒരു വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒന്നും കൂടെ നമുക്ക് കോളേജിലെ ഹൈ ഫെസിലിറ്റി നമുക്ക് കിട്ടുന്നതാണ്. ഇതാണ് നമ്മളുടെ കോളേജിലെ ബോയ്സ് ഹോസ്റ്റൽ വരുന്നത് കേട്ടോ. അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഹോസ്റ്റൽ തന്നെയാണ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനിയുണ്ട് കേട്ടോ കാണിക്കാൻ, പക്ഷെ അത് കംപ്ലീറ്റ് ആവില്ല. കാരണം അത്രയ്ക്ക് നമുക്ക് ഈ കോളേജിൽ ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ലാബ് തന്നെ നമുക്ക് 5-ൽ കൂടുതൽ ലാബ് നമുക്ക് ഈ ഒരു കോളേജിൽ വരുന്നുണ്ട്. അതും 7,95,000 രൂപയ്ക്ക് നമുക്ക് വിത്ത് ഹോസ്റ്റൽ, അതായത് ഫുഡ് ആൻഡ് അക്കോമഡേഷനും, അതുപോലെ നമുക്ക് INC KNC വിത്ത് 2 സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലോട് കൂടെ നമുക്ക് BSc നഴ്സിംഗ് അതുപോലെ GNM ഒക്കെ പഠിക്കാൻ പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ചാൻസ് തന്നെയാണ്. ഇപ്പോൾ ബാംഗ്ലൂർ നമുക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് കോളേജായിട്ട് ഒരു കോളേജ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാരണം അത്രയും ഫെസിലിറ്റീസ് ആണ്. ഞാൻ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു കേട്ടോ, ഭയങ്കരമായിട്ട്. കാരണം അധികം ഒന്നും ഇങ്ങനെ കാണാറില്ല, ഇത്രയും ലാബും അതുപോലെ ഇത്രയും കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ഫെസിലിറ്റീസ് ഒന്നും നമ്മളങ്ങനെ കാണാറില്ല. അപ്പോൾ കേരളത്തിലെ കുട്ടികൾക്ക് BSc നഴ്സിംഗ് അതുപോലെ GNM അതുപോലെ നമ്മുടെ അലൈഡ് സയൻസ് വരുന്ന MIT MLT OTAT കോഴ്സുകൾക്കൊക്കെ ഈ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ കോൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു.